വർഷം 1631 ജൂൺ 17-ാം തീയതി. ഉത്തരേന്ത്യയിലെ ചുട്ടുപൊള്ളുന്ന ഒരു വേനൽ ദിവസം. മധ്യപ്രദേശിലെ ബുർഹാൻപൂർ എന്ന പ്രവിശ്യയിലുള്ള തപ്തി നദിയുടെ തീരത്തുള്ള ഒരു കോട്ടയുടെ അകത്തളങ്ങളിൽ സുന്ദരിയായ യുവതി അവരുടെ 14-ാമത്തെ കുഞ്ഞിന്റെ പ്രസവവേദനയിലാണ്. 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസവവേദന. കൊട്ടാരം വൈദ്യന്മാർ ആവുന്നതും പരിശ്രമിച്ചിട്ടും അവരെ മരണത്തിൽ നിന്നും രക്ഷിക്കാനാവുന്നില്ല. മരണശൈലിയായ ഈ യുവതിയുടെ കൈകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവരുടെ പ്രിയതമൻ ചക്രവർത്തി വിങ്ങി പൊട്ടിക്കരയുകയാണ്. എന്നേക്കുമായി കണ്ണടയുന്നതിന് മുമ്പ് യുവതി ഭർത്താവിൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. എൻ്റെ മരണശേഷം നിങ്ങൾ വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കരുത്. മറ്റൊരു സ്ത്രീയെ ഇനി നിങ്ങൾ പ്രണയിക്കരുത്. അന്ത്യാഭിലാഷം എന്ന പോലെ അവർ ഒരു കാര്യം കൂടെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ഇടയിലെ അനശ്വരമായ പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്മാരകം പണിയണം. എന്നിട്ട് അതിൽ എന്നെ അടക്കം ചെയ്യണം. ആ സ്മാരകം ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്വർഗതുല്യമായ ഒരിടമായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയുന്നു. ആ ചക്രവർത്തി പിന്നീട് തന്റെ പ്രാണപ്രേയസിയുടെ ഓർമ്മയ്ക്കായി ആഗ്രയിൽ യമുന നദിയുടെ തീരത്ത് വെണ്ണക്കല്ലിൽ ഒരു മഹാത്ഭുതം തന്നെ പടുത്തുയർത്തുന്നു. ആ മുഗൾ ചക്രവർത്തിയുടെ പേര് ഷാജഹാൻ. മരിച്ചത് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി മുംതാസ് മഹൽ. മനുഷ്യർ തമ്മിൽ ഭൂമിയിലുള്ള അനശ്വരമായ പ്രണയത്തിന്റെ ഉദാത്ത സ്മാരകമെന്ന് പിന്നീട് മുഴുവൻ ലോകവും വാഴ്ത്തിയ ആ മഹാത്ഭുതത്തിന്റെ പേര് താജ്മഹൽ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹൽ കാണാൻ. അതിരാവിലെ റെഡിയായി. ബൈ 6:30 we are in front of our dream monument, the Taj. പൊല്യൂഷൻ കാരണം മഞ്ഞ നിറമായിക്കൊണ്ടിരിക്കുന്ന താജ്മഹലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി അതിൻ്റെ 1 കിലോമീറ്റർ റേഡിയസിൽ ഒരു വണ്ടിയും പെർമിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ക്യാബ് കുറച്ച് ദൂരെ നിർത്തിയതിന് ശേഷം അവിടെ നിന്നൊരു സൈക്കിൾ റിക്ഷയിലാണ് ഞങ്ങൾ താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റ് വരെ പോയത്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ലൈസൻസ് ഉള്ള ഒരു ടൂർ ഗൈഡിനെയും ഞങ്ങളുടെ കൂടെ കൂട്ടി. ഇതുപോലെയുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് കാണാൻ പോകുമ്പോൾ ഒരു ഗൈഡ് കൂടെയുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇവർ പറഞ്ഞിരുന്ന കഥകൾ കേട്ടുകൊണ്ട് ഈ മോണ്യുമെന്റ്സ് നടന്നു കാണുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ഓൾസോ വി ക്യാൻ ലിസൺ ടു ദോസ് വണ്ടർഫുൾ സ്റ്റോറീസ് ബിഹൈൻഡ് ദ മേക്കിംഗ് ഓഫ് ദീസ് മോണ്യുമെന്റ്സ്. കഥകൾ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള എനിക്കും അന്നക്കുട്ടിക്കും this was a great experience to listen to the stories of the emperors and the queens and walk around appreciating the grandeur of this monument. This is the main entrance of Taj Mahal complex. It's on the southern side and it's made of red sandstone. താജ്മഹലിൻ്റെ ചിത്രങ്ങളും വീഡിയോയും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാലേ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ how huge this gate is. It's unbelievably huge. This is the layout of the Taj Mahal complex. ഈ കോംപ്ലക്സിനകത്ത് 5 എലിമെന്റ്സ് ആണുള്ളത്. The main gate where we are standing right now, Mukhya Maqbara, the white mausoleum in which Mumtaz Mahal and Emperor Shah Jahan is buried, and it's flanked by Masjid on one side and Mehman Khana on the other side, and the 5th element is the garden between the Maqbara and the main gate. ഈ മുഴുവൻ സമുച്ചയത്തിന്റെ പുറകിലായി യമുന നദി ശാന്തമായി ഒഴുകുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സന്ദർശക സമയം. എവറി ഡേ എക്സെപ്റ്റ് ഫ്രൈഡേസ് വെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഫോർ പ്രേയേഴ്സ്. അതിരാവിലെ ഇവിടെ വന്നാൽ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ദിസ് പ്ലേസ് ഇസ് ഓൾവേസ് ക്രൗഡഡ്. Finally, our goosebump moments with the Taj.
അതിരാവിലെ, അതായത് ഗോൾഡൻ അവറിലാണ് ഞങ്ങൾ താജ്മഹൽ കാണുന്നത്. ഇത് വാക്കുകളിൽ വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്ന് കാണുക തന്നെ വേണം. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ പറ്റി പറഞ്ഞത് എ ടിയർ ഡ്രോപ്പ് ഓൺ ദ ചീക്ക് ഓഫ് ടൈം എന്നാണ്. കാലത്തിന്റെ കവിൾത്തടത്തിലെ ഒരു കണ്ണുനീർത്തുള്ളി. എന്തുകൊണ്ടാണ് കണ്ണുനീർത്തുള്ളി എന്ന് പറഞ്ഞത്? ആ കഥ ഞാൻ വഴിയെ പറയാം. 1992 ലേഡി ഡയാന ഇന്ത്യ സന്ദർശിച്ചപ്പോൾ താജ്മഹലിന്റെ മുന്നിലെ ഈ ബെഞ്ചിലിരുന്നെടുത്ത ചിത്രങ്ങൾ വെർ ഐക്കോണിക്. അതിനുശേഷം ഇവിടെയുള്ളവർ ഈ ബെഞ്ചിനെ ലേഡി ഡയാന ബെഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ എപ്പോഴും തിരക്കാണ് ടു ടേക്ക് പിക്ചേഴ്സ്. താജ്മഹൽ സമുച്ചയത്തിന്റെ ഡിസൈനിന്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് കേൾക്കണോ? എംപറർ ഷാജഹാൻ ബിലീവ്ഡ് ദാറ്റ് ദിസ് ഈസ് ദ റെപ്ലിക്ക ഓഫ് മുംതാസ് മഹൽസ് റെസിഡൻസ് ഇൻ പാരഡൈസ്. അതായത് തൻ്റെ പ്രിയപ്പെട്ട പത്നി സ്വർഗത്തിൽ ഇതുപോലെയുള്ളൊരു ഭവനത്തിലായിരിക്കും താമസിക്കുന്നത് എന്നാണ് ഷാജഹാൻ ചക്രവർത്തി വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. Another important factor that has surprised the architects all over the world is the use of golden ratio in the construction of the Taj Mahal. Greek mathematicians ന്റെ കാലം മുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന the ratio of width to length of rectangle, that is 1.618, is known as phi, the golden ratio. താജ്മഹലിന്റെ കൺസ്ട്രക്ഷനിൽ ഇതേ റേഷ്യോ ഉപയോഗിച്ചിട്ടുണ്ട്. That's why the entire structure looks so appealing to the eyes. ഷാജഹാൻ തൻ്റെ പ്രാണപ്രേയസിയെ ആദ്യം ഖബറടക്കിയത് ബുർഹാൻപൂരിലാണ്. 6 മാസങ്ങൾക്ക് ശേഷം അവിടെ നിന്നും അവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഒരു സ്വർണ്ണ പേടകത്തിലാക്കി താജ്മഹലിൻ്റെ അടുത്ത് അടക്കം ചെയ്തു. Then after 22 long years, she was finally buried inside the white mausoleum of Taj Mahal. Are you excited? Yeah. Huh? How excited? Very excited. Are you interviewing me? I don't want a job, please. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യമാണ് the optical illusions in our mind. When you enter the gate, the monument appears near and large. But when you get closer, it looks smaller. ഇതുപോലത്തെ ഒരുപാട് ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് മെയിൻ ബിൽഡിങ്ങിൻ്റെ അടുത്ത് പോകുമ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. വെളുത്ത മാർബിളിൽ പണിതിട്ടുള്ള താജ്മഹൽ പകൽ സമയത്ത് സൂര്യൻ്റെയും രാത്രിയിൽ ചന്ദ്രൻ്റെയും പ്രകാശത്തിൽ പല നിറങ്ങളാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മുഴുവൻ കോംപ്ലക്സിന് ഒരു സിമെട്രി കൊടുക്കാനായിട്ട് there is a mosque facing the east and its jawab facing the west on both sides of the mausoleum. മൊസിലിയം വെളുത്ത മാർബിളിലും ഒരു എസ്തെറ്റിക് ബാലൻസ് നൽകാനായിട്ട് 2 ഭാഗത്തുമുള്ള മസ്ജിദും മെഹ്മാൻ ഖാനയും ചുവന്ന സാൻഡ്സ്റ്റോണിലുമാണ് പണിതിട്ടുള്ളത്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ തൻ്റെ പ്രിയപത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം പണിതത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 22 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം താജ്മഹലിൻ്റെ പണി പൂർത്തിയായപ്പോഴേക്കും ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ഔറംഗസേബ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി ആഗ്ര കോട്ടയിൽ വീട്ടുതടങ്കലിലാക്കി. പണി പൂർത്തിയായ താജ്മഹലിൽ തൻ്റെ ഭാര്യയുടെ ശവകുടീരത്തിൻ്റെ അടുത്ത് വന്നിരിക്കാനുള്ള ഭാഗ്യം ഇത് നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിക്ക് ലഭിച്ചില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ പുറകിലെ സങ്കടക്കഥ. അതുകൊണ്ട് തന്നെയായിരിക്കും രവീന്ദ്രനാഥ് ടാഗോർ ഇതിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് ഉപമിച്ചത്. എടുത്തു പറയേണ്ട വേറെ ഒരു കാര്യം ഈ മുഴുവൻ കോംപ്ലക്സിൻ്റെ സിമെട്രിയാണ്. Ironically, the only asymmetric factor here is the placement of the tomb of Emperor Shah Jahan. അതിൻ്റെ പിന്നിലും ഒരു സങ്കടക്കഥയുണ്ട്. തൻ്റെ മരണശേഷം
കറുത്ത മാർബിളിൽ ഒരു താജ്മഹൽ യമുന നദിയുടെ മറുതീരത്ത് പണിയാനായിരുന്നു ഷാജഹാൻ ചക്രവർത്തി ഉദ്ദേശിച്ചിരുന്നത് എന്നും ഒരു കഥയുണ്ട്. എന്നാൽ ഷാജഹാന്റെ മരണശേഷം യാതൊരു ഔദ്യോഗിക ബഹുമതികളും നൽകാതെ അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഒരു ചെറുതോണിയിൽ രാത്രിക്ക് രാത്രി യമുന നദിയിലൂടെ കടത്തിക്കൊണ്ടുവന്ന് മുംതാസ് മഹലിന്റെ ഖബറിന്റെ അടുത്ത് അടക്കം ചെയ്യുകയായിരുന്നു എന്നാണ് ചരിത്രം. താജ്മഹലിലേക്ക് കയറുന്നതിന് മുമ്പായി നമുക്ക് ഇങ്ങനെ ഒരു ഷൂ തരും, ടു കവർ യുവർ ഫീറ്റ്. കുറേയധികം സന്ദർശകർ ഇവിടെ ദിവസവും വരുന്നത് കൊണ്ട് തറയിലെ ടൈൽസ് ദ്രവിച്ചു തുടങ്ങി എന്നതുകൊണ്ടാണ് ഇതുപോലത്തെ ഷൂ കവർ നമുക്ക് തരുന്നത്. മൊസിലിയത്തിന്റെ അകത്ത് ഒരു ഒക്ടഗണൽ മാർബിൾ ചേംബറിലാണ് മുംതാസ് മഹലിന്റെയും ഷാജഹാന്റെയും ഫാൾസ് ടൂംസ് പണിതിട്ടുള്ളത്. ചക്രവർത്തിയുടെയും പ്രിയപത്നിയുടെയും ശരിക്കുള്ള കല്ലറകൾ ബേസ്മെന്റിലാണുള്ളത്. അങ്ങോട്ട് സന്ദർശകർക്ക് പോകാൻ അനുവാദമില്ല. താജ്മഹലിന്റെ സെൻട്രൽ ഡോം റീച്ചസ് എ ഹൈറ്റ് ഓഫ് 73 meters ആൻഡ് ഇറ്റ്സ് സറൗണ്ടഡ് ബൈ 4 smaller domes. ഈ മുഴുവൻ കോംപ്ലക്സിലും 2 പ്രധാനപ്പെട്ട ഡെക്കറേറ്റീവ് ഫീച്ചേഴ്സ് ആണുള്ളത്: പിയത്ര ദുറ ആൻഡ് അറബിക് കാലിഗ്രഫി. അതായത് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ലൈക്ക് ജേഡ്, ക്രിസ്റ്റൽ, ടെർക്കോയ്സ്, എമിത്തിസ്റ്റ് ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ജോമെട്രിക് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസ്. അതിനാണ് പിയത്ര ദുറ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിൽ വെളുത്ത മാർബിളിന്റെ എക്സ്റ്റൻസീവ് റിഫ്ലക്ഷനെ ഒന്ന് മോഡറേറ്റ് ചെയ്യാനാണ് ഈ സെമി പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടുള്ള ഡിസൈൻസ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. എത്ര അത്ഭുത കഥകൾ ഈ യമുന നദിക്ക് നമ്മളോട് പറയാനുണ്ടാവും. തൻ്റെ അവസാന നിമിഷങ്ങളിൽ ഷാജഹാൻ എങ്ങനെയായിരിക്കും ആഗ്ര ഫോർട്ടിലെ ആ കൊച്ചു കിളിവാതിലിലൂടെ ഈ താജ്മഹൽ നോക്കിക്കിടന്നിട്ടുണ്ടാവുക. താജ്മഹൽ നിർമ്മിക്കാനായി വന്ന വിദഗ്ധ സംഘം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, മിഡിൽ ഏഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമെല്ലാമാണ് വന്നത്. ഉസ്താദ് അഹമ്മദ് ലാഹോരി ആയിരുന്നു ഇതിൻ്റെ ചീഫ് ആർക്കിടെക്ട്. 20,000-ഓളം തൊഴിലാളികൾ, 22 നീണ്ട വർഷങ്ങൾ. താജിൻ്റെ നിർമ്മാണത്തിനായി ഇവിടുത്തെ ആർക്കിടെക്ട്സ് ഉപയോഗിച്ച ചില ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ട്രിക്സിനെ കുറിച്ചാണ് ഗൈഡ് ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. अभी यहाँ देख रहे हैं आप, पूरा फ्लैट है ये नीचे से ऊपर. देखिए एक नजर देखें आप ऊपर तक फ्लैट है ना पूरा. जब आप पीछे जाएंगे ना, you will see from there, you cannot see flat, you can see like that. This is in and this is actually in, this is out. Again optical illusion. Yes. It is projecting out. വളരെ അടുത്തുനിന്ന് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ സിംഗിൾ സർഫസ്. കുറച്ച് പുറകിലോട്ട് നടന്നിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ദർ ഇസ് എ കർവ് ബിറ്റ്വീൻ ദോസ് 2 സർഫസസ്. അന്നത്തെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഈ ആർക്കിടെക്ട്സ് അവരുടെ 3-dimensional സ്കെച്ച് എങ്ങനെയായിരിക്കും വരച്ചിട്ടുണ്ടാവുക എന്നത് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ആലോചിക്കുകയാണ്. കമ്പ്യൂട്ടറും മറ്റൊരു സാങ്കേതിക വിദ്യയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ കാലത്ത് ഇത്രയും മനോഹരവും അത്ഭുതകരവുമായ സൗധം ഇങ്ങനെ പണി കഴിപ്പിച്ചത് വല്ലാത്ത വിസ്മയം തന്നെ. The other striking feature is the calligraphy used in Taj Mahal, majorly Arabic inscriptions in black marble decorating the main mausoleum and the south gateway. താജ്മഹലിലെ കാലിഗ്രഫിയുടെ നേതൃത്വം വഹിച്ചത് അമാനത്ത് ഖാൻ ഷിറാസി എന്ന കലാകാരനാണ്. And surprisingly, his name is the only name inscribed on one of the gates of the Taj. ഹോളി ഖുറാനിലെ വേഴ്സസ് ആണ് പലയിടത്തും കൊത്തിവെച്ചിട്ടുള്ളത്.
according to the Islamic tradition. പ്രധാന കവാടത്തിലെ one of the Quranic inscription is known as daybreak, and these verses invite the faithful to the paradise. ഈ കാണുന്ന 4 മിനാരങ്ങൾ കുറച്ച് പുറത്തേക്കായിട്ടാണ് പണിതിട്ടുള്ളത്. ഇതിന്റെ പിന്നിലും ഇവിടുത്തെ ആർക്കിടെക്ട്സിന്റെ ബ്രില്യൻസ് ഉണ്ട്. എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി, പ്രത്യേകിച്ചും ഭൂകമ്പം പോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ മിനാരങ്ങൾ പുറത്തോട്ട് വേണം വീഴാൻ. അത് അകത്തേക്ക് വീണ് താജ്മഹലിന്റെ താഴികക്കുടം തകർന്നു പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ കുറച്ച് പുറത്തോട്ട് ചരിച്ച് പണിതിട്ടുള്ളത്. ഇവിടുത്തെ ഗാർഡനിൽ എത്ര സമയം വേണമെങ്കിലും നമുക്കിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് then we had to leave with a heavy heart. I think that's the magic of this monument. എത്ര കണ്ടാലും മതി വരാത്ത താജ്. മുഗൾ രാജവംശത്തിന് ശേഷം താജ്മഹൽ കുറെ കാലം ജീർണാവസ്ഥയിലായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളും ഭടന്മാരും ചേർന്ന് താജ്മഹലിലെ വിലപിടിച്ച കല്ലുകൾ കവർന്നെടുക്കുകയും ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ലോർഡ് കഴ്സൺ എന്ന ബ്രിട്ടീഷ് വൈസ്രോയാണ് താജ്മഹലിന്റെ പുനരുദ്ധാരണത്തിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ താജ്മഹൽ നേരിടുന്ന ഭീഷണി ഈസ് ഡ്യൂ ടു ദി എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, because of which the white marble is slowly turning into yellow and brown. താജ്മഹലിന്റെ പരിസരത്തുള്ള കോൾ ബേണിംഗ് ഫാക്ടറീസ് പലതും അടച്ചുപൂട്ടി. Conventional vehicles are banned within a radius of 1 kilometer around this monument. Also, the number of visitors allowed to visit Taj per day is now limited to 40,000. കുറച്ച് നടക്കണം നമുക്ക് ഈ കൊച്ചു തെരുവുകളിലൂടെ to get an electric rickshaw to reach our hotel. Interview. What did you like about Taj Mahal? Just filming the gullies of Agra. Yay. So interview. What did you like about Agra? Sorry, Taj Mahal. Everything. What about you, Amo? I liked എക്സാമിന്റെ ക്വസ്റ്റ്യൻ വഴി ആലോചിക്കണേ. ഔട്ട് ഓഫ് സിലബസ്. जिंदा है शाहजहां की चाहत अब तक, गवाह है मुमताज की उल्फत अब तक, जाके देखो ताजमहल को ए दोस्तों, पत्थर से टपकती है मोहब्बत अब तक. अरे हुजूर वह ताज बोलिए. Thanks for watching a little bit of us and bye from the Taj Mahal, as Anu says. Like, share and subscribe to a little bit of us. And bye from Taj Mahal. Wonder of the world. Now I'm wondering why the wonder is a wonder. कोई तो बात है मोहब्बत में, वरना एक लाश के लिए कोई ताजमहल तो नहीं बनाता.